വികസന വിപ്ലവം സൃഷ്ടിച്ച് വിഴിഞ്ഞം കുതിക്കുകയാണ്. ദിവ്യ എസ് അയ്യർ IAS ഇന്നിപ്പോ ഒരു വീഡിയോ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന 3 MOU സൈനിങ് അഥവാ ധാരണാപത്രത്തിലെ ഒപ്പുവെപ്പ്. കേരളത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ വന്ന് ക്യൂ നിൽക്കുന്ന രീതിയിലേക്ക് വികസന കാര്യത്തിൽ കുതിപ്പുണ്ടായിരിക്കുന്നു. ദിവ്യയിലൂടെ തന്നെ കേൾക്കൂ. എന്താണ് കേരളത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന വികസന വിപ്ലവവും അതിനോടൊപ്പം അത് എങ്ങനെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നു എന്ന കാര്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ വികസന മുഖമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പുതിയ ചുവടുവയ്പ് ഇന്ന് ചരിത്രപരമായിട്ടുള്ള 3 ധാരണാപത്രങ്ങളാണ് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സാന്നിധ്യത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒപ്പിട്ടിരിക്കുന്നത്. വിസിൽ കൈകോർത്തിരിക്കുന്നത് IOCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കോൺകോർ, CWC സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നീ 3 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ടാണ്. ഈ ധാരണാപത്രത്തിലൂടെ തുറമുഖ അധിഷ്ഠിത വികസന പദ്ധതികൾക്ക് വലിയ നിക്ഷേപവും വലിയ തൊഴിൽ സാധ്യതകളുമാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത്. 2000 കോടി രൂപയിലേറെ വിലമതിക്കുന്ന നിക്ഷേപങ്ങളാണ് ഈ 3 ധാരണാപത്രങ്ങളിലൂടെ നമ്മൾ ഇന്ന് കൈക്കലാക്കിയിരിക്കുന്നത്. ഏകദേശം 2000-3000 തൊഴിലവസരങ്ങളും ഇതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ബങ്കറിംഗ് സൗകര്യങ്ങളാണ് ഒരുക്കുക. വിഴിഞ്ഞത്ത് എത്തുന്ന പടുകൂറ്റൻ കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുവാനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുവാനും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബങ്കറിംഗ് സൗകര്യം വിഴിഞ്ഞത്തിന്റെ അടുത്ത് തന്നെ നിർമ്മിക്കുന്നതാണ്. ഒപ്പം കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഭാരതത്തിലെ എല്ലായിടത്തും സാന്നിധ്യമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. വിഴിഞ്ഞത്തിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിലേക്ക് എത്തുന്നത്. ഒപ്പം സമഗ്രമായിട്ടുള്ള ഒരു ലോജിസ്റ്റിക് സംവിധാനം, ലോജിസ്റ്റിക്സ് പാർക്ക് എന്നുള്ളത് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനും വിഴിഞ്ഞത്തിന്റെ അടുത്ത് തന്നെ സൃഷ്ടിക്കുന്നതായിരിക്കും. അപ്പോ ഇത് 3 രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ 3 ഇന്ന് വിഴിഞ്ഞത്തെ നോക്കി വന്നിരിക്കുകയാണ്. അവരുമായി ധാരണാപത്രം ഒപ്പുവെക്കുമ്പോൾ തീർച്ചയായിട്ടും തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള വികസനത്തിന് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ചുക്കാൻ പിടിക്കും എന്നുള്ളത് ഇതിനോടുകൂടി ഉറപ്പിക്കാൻ സാധിക്കും.